എറണാകുളത്ത് സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി പണം തട്ടി SI. പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബിജുവാണ് CPO സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ തട്ടിയെടുത്തത്. CPO സ്പായിൽ വന്നു പോയതിന് പിന്നാലെ മാല നഷ്ടമായി എന്ന ജീവനക്കാരിയുടെ പരാതിയാണ് ബിജു ആയുധമാക്കിയത്. ബിജുവിനെതിരെ പോലീസ് കേസെടുത്തു. സ്പായിലെ യുവതി അടക്കം 3 പേർ കേസിൽ പ്രതികളാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇത് കള്ളന്മാരാണോ പോലീസാണോ ഇതിൽ കൂടുതൽ പ്രശ്നക്കാർ എന്ന നിലയിലേക്കാണോ പോകുന്നത്? ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇത് എന്താണ് സംഭവിച്ചത്? ശ്രീജ, എന്തായാലും ഇതിൽ കള്ളനും പോലീസ് തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എറണാകുളം കോസ്റ്റൽ സ്റ്റേഷനിലെ പോലീസുകാരനായിട്ടുള്ള CPO ആണ് പാലാരിവട്ടത്തെ ഒരു സ്പായിൽ പോയത്. അവിടെ വെച്ചും സ്പായിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ജീവനക്കാരി ഈ CPOയെ വിളിച്ചു പറയുന്നു തന്റെ മാല നഷ്ടപ്പെട്ടു, അത് CPO ആണ് എടുത്തതെന്ന്. ഇതിനെ തുടർന്ന് ഈ നിരന്തരം ഫോണിൽ വിളിക്കുകയും ആ മാല തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ടു. CPO ആവർത്തിച്ച് പറയുന്നുണ്ട് താൻ അത്തരത്തിലൊരു മാല മോഷ്ടിച്ചിട്ടില്ല, ആ മാല താൻ എടുത്തിട്ടില്ല എന്ന് CPO ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ പോലും ഈ യുവതി പോലീസുകാരനെ CPOയെ വിടാൻ തയ്യാറായില്ല. ഉടനെ തന്നെ പാലാരിവട്ടം പോലീസിൽ ഈ ജീവനക്കാരി പരാതി നൽകുന്നു. ഈ പരാതിയിലായിക്കോട്ടെ ഇടപെടുന്നത് പാലാരിവട്ടം SI ആയിട്ടുള്ള ബിജു ആണ്. ബിജു CPOയെ വിളിച്ചിട്ട് പറയുന്നു ഈ പണം കൊടുത്ത് എത്രയും വേഗം ഇത് സെറ്റിൽ ചെയ്തോ, അല്ലെങ്കിൽ ഇത് ഭാര്യ അറിയും, കുടുംബം അറിയും, വളരെ നാണക്കേടാണ്, സ്പായിൽ പോയെന്നൊക്കെ അവർ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ നാണക്കേടാണ്, എത്രയും വേഗം പൈസ കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്യാൻ പറയുന്നു. ഇതിനെ തുടർന്ന് പല വട്ടങ്ങളിലായി ഈ ബിജുവും യുവതിയും ചേർന്ന് 4 ലക്ഷം രൂപയാണ് ഈ CPOയുടെ പക്കൽ നിന്നും തട്ടിയെടുത്തത്. ഇതിനെ തുടർന്ന് CPO സംശയം തോന്നി. കാരണം ഈ SIയുടെ നടപടികളിൽ അദ്ദേഹത്തിന്റെ ചില സംസാരങ്ങളിലൊക്കെ സംശയം തോന്നിയ CPO തന്റെ രീതിയിൽ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് SI ആയിട്ടുള്ള ബിജു സമാനമായ രീതിയിൽ മറ്റു പലരിൽ നിന്നും പണം തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇടനിലക്കാരനായി നിന്ന് ആളുകളെ പറ്റിക്കുന്ന ഒരു സ്വഭാവം SIക്ക് ഉണ്ടെന്ന് മനസ്സിലാകുകയും ഈ CPO പാലാരിവട്ടം പോലീസിന് തന്നെ പരാതി നൽകുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തിൽ ഇത് ശരിയാണെന്ന് മനസ്സിലായി. ഇതിനെ തുടർന്ന് യുവതിയും അടക്കം 3 പേർക്കെതിരെ, യുവതിയും SIയും അടക്കം 3 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും SI ബിജുവിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത്. എന്തായാലും തീക്കട്ടയിൽ തന്നെ ഉറുമ്പരിക്കുന്ന തരത്തിലൊരു നടപടിയായിട്ട് തന്നെ ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പോലീസുകാരനെ പറ്റിക്കുന്ന ഒരു രീതിയായിരുന്നു പാലാരിവട്ടത്ത് സംഭവിച്ചിരിക്കുന്നത്. ഈ SI ബിജുവിനെതിരെ കൂടുതൽ പരാതികളും ഉണ്ടാകാനൊരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഈ SIയും ഈ യുവതിയും തമ്മിലുണ്ടായ ഒരു ധാരണയാണോ, അതോ സ്ഥിരമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഈ SIയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ് നവമി? ഇതിനൊരു ഹണി ട്രാപ്പായി തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം ഈ യുവതി പരാതി നൽകിയത് വ്യാജമാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായി. ഒപ്പം SI ആയിട്ടുള്ള ബിജു ഇതിന് കൂട്ടുനിന്നു. അതായത് CPOയെ പറ്റിക്കുന്നതിന് വേണ്ടി യുവതിക്കൊപ്പം കൂട്ടുനിന്നതും ബിജു ആണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലാകുകയും ചെയ്തു. ഇയാൾക്കെതിരെ ഇതുപോലെ ഇയാൾ പല കേസുകളിലും ഇത്തരത്തിൽ ഇടനിലക്കാരനായി നിൽക്കുകയും പരാതിക്കാരിൽ നിന്നും പണം, അല്ലെങ്കിൽ ആരോപണ വിധേയരാകുന്നവരിൽ നിന്നും പണം തട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മനസ്സിലായത്. ആ വിധത്തിലുള്ള ഒരു പോലീസിന്റെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ SI ആയിട്ടുള്ള ബിജുവിനെതിരെ വകുപ്പ് തല നടപടികളും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ബിജുവിനെതിരെ കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തുമോ എന്നൊരു രീതിയിൽ കാത്തിരിക്കുകയാണ് പാലാരിവട്ടം പോലീസ്. അങ്ങനെ ഉണ്ടെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ CPO നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഈ CPOയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് SIയെയും പ്രതിയാക്കിക്കൊണ്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വല്ലാത്തൊരു കേസാണിത്. ഒരു CPOയെ സ്പായിൽ പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ തട്ടിയത്
പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബിജു. ഈ സ്പായിലെ യുവതിയടക്കം ജീവനക്കാരിയായ യുവതിയടക്കം 3 പേരാണിപ്പോൾ കേസിൽ പ്രതികളായിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് തന്നെയാണ് അടുത്ത വാർത്തയും. അത് കൊച്ചി കോന്തുരുത്തിയിൽ സ്ത്രീയെ കൊന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയതാണ്. എറണാകുളം സ്വദേശിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ കോന്തുരുത്തി സ്വദേശി ജോർജ് പിടിയിലായി. സാമ്പത്തിക തർക്കമാണ് കൊലപാതക കാരണമെന്നാണ് സംശയം. കിട്ടിയ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ള ഭാഗം ഇന്നലെ വൈകുന്നേരം 10 മണിയോടെ അനുബന്ധിച്ച് ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന്റെ അടുത്തുനിന്ന് ഒരു സ്ത്രീയെ കാണപ്പെടുകയും ആ സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജോർജ് മദ്യപിച്ചതിന് ശേഷം സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം മേടിച്ചതിന് ശേഷം സ്ത്രീയെ ജോർജിന് വീട്ടിലാരില്ലാത്തതുകൊണ്ട് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികമായിട്ട് കുറച്ച് തർക്കമുണ്ടായി. ആ തർക്കം കൂടുതൽ തർക്കത്തിലേക്ക് കലാശിക്കുകയും ജോർജ് ഈ സ്ത്രീയെ കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരി എടുത്ത് തലക്കിട്ടടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു രാവിലെ വരുന്നത്. ഒരു സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കാണുന്നു. അതിനടുത്തിരുന്ന ഒരാൾ ഉറങ്ങിയ നിലയിൽ ഒരാൾ ഇരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ഒരു ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം, അത് കൊലപാതകത്തിലേക്ക് പോവുകയാണ്. ഇതാണോ ഇപ്പോൾ പോലീസ് എത്തുന്ന നിഗമനം? അതെ ശ്രീജ, അതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ ജോർജിന്റെ ഭാര്യയും മകളും വീട്ടിലുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് അവർ ഇടുക്കിയിലോ മറ്റോ പോയിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ജോർജ് ഇത്തരത്തിലൊരു ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവർ പുറത്തുപോയി ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം വീട്ടിലെത്തുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു 5-6 മണിക്കൂർ ജോർജിനൊപ്പം ആ സ്ത്രീ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായത്. അതിനുശേഷമാണ് ഇവർ സാമ്പത്തികമായി തർക്കത്തിൽ വരുന്നത്. സാമ്പത്തികമായുള്ള തർക്കത്തിന് ശേഷം ഈ മദ്യലഹരിയിൽ തന്നെയായിരുന്നു ജോർജ് ഉണ്ടായിരുന്നത്. ഒരു കമ്പിപ്പാര എടുത്തിട്ട് ഈ സ്ത്രീയുടെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ തലയ്ക്ക് തല്ലിയതാണ് എന്ന് തന്നെയാണ് പോലീസ് ഭാഷ്യം. അങ്ങനെ തന്നെയാണ്. എന്തായാലും ജോർജിനെതിരെ കൊലപാതകത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഈ ജോർജ് കൊലപാതകം നടന്ന ശേഷം ജോർജ് പൂർണ്ണമായ അബോധാവസ്ഥയിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഈ ശവം മറവ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള വീടുകളിലൊക്കെ ഒരു 4:30 ആ ഒരു സമയത്ത്, പുലർച്ചെ ഒരു സമയത്ത് ചാക്ക് ചോദിക്കുന്നു. കടകളിലൊക്കെ പോയി ചാക്ക് ചോദിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന് പരിചയത്തിലുള്ള ഒരു കടയിൽ നിന്നാണ് 2 ചാക്ക് നൽകുന്നത്. അങ്ങനെയാണ്. അതായത് ഈ ശവം റൂമിൽ നിന്നും വലിച്ചിഴച്ച് കൊണ്ടുവന്നാണ് ആ ഇടവഴിയിൽ ഇടുന്നത്. അതായത് ജോർജിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കാണുന്നത്. അതിലിടുന്നത് അങ്ങനെയാണ്. അങ്ങനെ അവിടെ തന്നെ എത്തിയപ്പോൾ ഇദ്ദേഹം തളർന്നു പോവുകയും അബോധാവസ്ഥയിലായി പോവുകയുമാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് അധികം ഒരു റിസ്ക് ഇല്ലാതെ തന്നെ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞതും. വളരെ പെട്ടെന്ന് ജോർജ് ആദ്യം കുറ്റം സമ്മതിച്ചില്ല. അതിനുശേഷം സാഹചര്യ തെളിവുകൾ ഒക്കെ ജോർജിനെ എഗെയിൻസ്റ്റാണ്. രാവിലെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വന്ന് വേസ്റ്റ് എടുക്കാൻ വന്നപ്പോഴാണ് ഈ ഒരു അവസ്ഥ കാണുന്നതും ആ ചിത്രം പകർത്തിയതും അവരാണ്. അങ്ങനെ ഈ അർദ്ധനഗ്നയായ ഒരു സ്ത്രീയുടെ ശരീരം കിടക്കുന്നു. അത് പകുതി ചാക്കുകൊണ്ട് മൂടിയ നിലയിലാണ് കിടക്കുന്നത്. അവരുടെ ആ വഴിയിൽ മുഴുവൻ ഇങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അയാൾ അതിന് സമീപത്തായിരുന്നു ഉറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ വന്ന സ്ത്രീ കാണുന്നത്. അങ്ങനെയാണ്. പിന്നീടാണ് 7 മണിയോടുകൂടി പോലീസ് എത്തുന്നതും ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. എന്തായാലും ഈ കൊലപാതകം നടന്നു. അത് തൻ്റെതായ രീതിയിൽ അത് മറവ് ചെയ്യാനും അല്ലെങ്കിൽ കൊലപാതകം മറച്ചു വയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നെങ്കിലും അയാളുടെ ശാരീരിക അസ്വസ്ഥതകൾ അതിന് സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ പോലീസിന് വളരെ വേഗം പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗം. അതായത് ചെറിയൊരു എതിർപ്പ് മാത്രമേ ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൂ. ജോർജിൻ്റെ മകൻ UK-യിലാണ്, മകളുണ്ട്. ഭാര്യയും മകളും കൂടി കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പോയ സാഹചര്യത്തിലാണ്, വീട്ടിലാരും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ജോർജ് ഇത്തരത്തിലൊരു പ്രവൃത്തി ജോർജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായതും അതിങ്ങനെ കൊലപാതകത്തിലേക്ക് കലാശിക്കുന്നതുമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. എന്തായാലും നാട്ടുകാരൊക്കെ അതായത് ഇന്നലെ പുലർച്ചെ നടന്നത് എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ആളുകൾക്കുണ്ട്. കാരണം ഈ ചാക്ക് അന്വേഷിച്ച് നടന്നിരുന്നു. പട്ടി ചത്തുപോയി, പട്ടിയെ കുഴിച്ചിടാനാണ്, അതുകൊണ്ട് പട്ടിയുടെ ശരീരം മറവ് ചെയ്യാനാണ്, അതുകൊണ്ട് ചാക്ക് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ വീടുകളിലും ഈ
ഇദ്ദേഹത്തിന് പരിചയമുള്ള കടകളിലുമൊക്കെ ചാക്കന്വേഷിച്ച് നടന്നിരുന്നു. അതും പുലർച്ചെ സമയത്ത് അസമയത്തായിരുന്നു നടന്നിരുന്നത് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. അത് ആളുകളിൽ കൂടുതൽ സംശയമുണ്ടാക്കി. കാരണം ഈ വന്ന കാഴ്ച തന്നെ ഇങ്ങനെയായിരുന്നു. ഒരു സ്ത്രീയെ കൊന്നിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം കിടക്കുന്നു, അതിന് മുകളിൽ ചാക്ക് കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു. അവർ അർദ്ധനഗ്നയായ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അതുപോലെ തന്നെ ചോരയിൽ കുളിച്ച് തലയിൽ നല്ല വലിയ ആഴത്തിലുള്ള മുറിവാണ്. അത് തന്നെയാണ് മരണകാരണമായതും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അവരുടെ മൃതശരീരം കാണുന്നതും. ജോർജിനെ തൊട്ടടുത്ത അബോധാവസ്ഥയിലിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ പോലീസിന് ഈ സ്ത്രീയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇവർ എറണാകുളത്ത് സ്വദേശിയാണ്, മലയാളിയാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയുന്ന സാഹചര്യമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ഐഡന്റിറ്റിയിലേക്ക് എത്തിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ സമയം വരെയും അവരാരും എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എറണാകുളം സ്വദേശിയാണ്, മലയാളിയാണ്. ആദ്യം ഈ പറഞ്ഞതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആരും ആണ് എന്നുള്ള ഒരു സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ബോഡി കിടക്കുന്നതല്ലാതെ ആളുകൾ വ്യക്തമായ ആളെ കാണുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഊഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസിനും അത്തരത്തിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആദ്യം ജോർജിൻ്റെ ഈ വീട്ടിൽ തന്നെ അതിനോട് ചേർന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തത്. ജോർജ് കുറ്റം സംബന്ധിച്ചോടെ വിട്ടയക്കുകയും ചെയ്തു. ജോർജ് തന്നെ പിന്നെ അത് എറണാകുളം സ്വദേശിയാണ്, മലയാളിയാണ് എന്നുള്ള സ്ഥിരീകരണമൊക്കെ ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു. കാരണം കഴിഞ്ഞ ഒരു 6-7 മണിക്കൂർ അവരൊന്നിച്ചുണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് മലയാളിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ജോർജിൻ്റെ ഭാഗത്തു നിന്നുള്ള മൊഴിയാണ് ഇവർ മലയാളിയാണ് എന്നുള്ളത്. എന്തായാലും ലൈംഗിക തൊഴിലാളിയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക തൊഴിലാളിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരുമായി പണത്തിൻ്റെ പേരിൽ തർക്കമുണ്ടായി. ആ തർക്കത്തിനൊടുവിൽ മദ്യലഹരിയിൽ അവരെ തലക്കടിച്ച് കൊന്നു. മൃതദേഹം മറവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ, അത് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതിനിടെ മദ്യലഹരിയെ തുടർന്ന് ബോധരഹിതനായി വഴിയിലിരുന്നു. അത് വന്ന് രാവിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ കാണുന്നു. അങ്ങനെ ഇത് നാട്ടിലൊക്കെ അറിയുന്നു. എത്ര ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു കൊലപാതകമാണ് എന്നത് ആലോചിക്കണം. അത് വഴിയിൽ ഇയാൾ ഈ മൃതദേഹത്തിനരികിൽ ഇരുന്ന് ഉറങ്ങുന്ന ദൃശ്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നത്. അതും അതിലേറെ ഞെട്ടിക്കുന്നതായിരുന്നു. പോലീസിന് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ കഴിഞ്ഞു എന്നതിൽ ആശ്വസിക്കാം. കാസർഗോഡ് ഉളിയത്തടുക്കയിൽ ശുചിത്വ മിഷന്റെ തെരഞ്ഞെടുപ്പ് ഹരിത ചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ 6 SDPI പ്രവർത്തകർ കസ്റ്റഡിയിൽ. ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് 50ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഹരിത ചട്ടങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. വിവരങ്ങളുമായി KV ബൈജു. നല്ല ഉദ്ദേശത്തോടെ ചെയ്ത ഒരു കാര്യമാണ്, ഒരു പരിപാടിയാണ്. അതെങ്ങനെയാണ് ഇങ്ങനെ ഒരു കലാപശ്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലഹള ഉണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ മാറിയത്? തീർച്ചയായും ശ്രീജ, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയാണ് ഇത്തരത്തിൽ വലിയ തോതിൽ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വലിയ തോതിലുള്ള സംഘർഷമാണ് ഉണ്ടായത്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് മധൂർ പഞ്ചായത്തിലെ ഉളിയത്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇത്തരത്തിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകളെത്തി. ഈ ജുമാ നിസ്കാരത്തിന്റെ സമയമാണ്, അതുകൊണ്ട് തന്നെ ഈ പരിപാടി അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ തന്നെ ഈ സംഘാടകരെ, അതായത് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന സംഘാടകരെ ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവർ എടുത്തു പറയുന്നുണ്ട്, ഞങ്ങൾ അല്പസമയത്തേക്ക് പരിപാടി നിർത്തിവെക്കാം, പക്ഷെ എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ വലിയ തോതിൽ ഇവരെ അസഭ്യം പറയുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കേൾക്കാം. അങ്ങനെ ഒരു ഇത്തരത്തിൽ അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനം 6 SDPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 50ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ സ്വമേധയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും മൊഴിയെടുത്തതിന് ശേഷം സ്വമേധയാ കേസെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്.
ഈ ഫ്ലാഷ് മോബ് ഇത്തരത്തിലെ 5 മണ്ഡലങ്ങളിലാണ് കാസർഗോഡ് ജില്ലയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരിടമാണ് ഈ മധൂർ പഞ്ചായത്ത്. ആ മധൂർ പഞ്ചായത്തിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ കുടുംബശ്രീ പ്രവർത്തകർ ഈ ഫ്ലാഷ് മോബ് അവതരിക്കുന്ന സമയത്ത് ഇവരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഹരിതചട്ടം അത് കൃത്യമായി പാലിക്കുക, അതോടൊപ്പം വോട്ടർമാരെ കൃത്യമായി ബൂത്തുകളിലേക്ക് എത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ തന്നെയാണ് ഇന്നലെ രാവിലെ ഈ കളക്ടറേറ്റിൽ ചെയ്തിട്ടുമുണ്ടായത്. അങ്ങനെ ഒരു പരിപാടിക്ക് നേരെയാണ് വലിയ തോതിൽ അക്രമം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വലിയ വാക്കുതർക്കമുണ്ടാകുന്നു, ഇവരെ അസഭ്യം പറയുന്നു, കയ്യേറ്റം ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇത് മനഃപൂർവ്വം ലഹള ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അത്തരത്തിലാണ് പോലീസ് ഇതിനെ കാണുന്നത്. ഇവരാകെ ആഹ്വാനം ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിക്കണം, അതായത് പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. ഇതൊക്കെയാണല്ലോ സാധാരണഗതിയിൽ നമ്മൾ ഈ ഹരിതചട്ടത്തിന്റെ ബോധവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ നടക്കുന്നത്. അതിൽ ഇവരെങ്ങനെ പ്രകോപിതരായി? ഇവർക്ക് എന്താണ് അതിൽ പ്രകോപനം ഉണ്ടാക്കിയ സംഭവം എന്താണ്? ശ്രീജ, പോലീസ് ഇതിൽ പറയുന്നത് ഈ പ്രകോപനമുണ്ടാക്കിയ ഈ സംഘം, ഈ ആക്രമിച്ച സംഘം അതെല്ലാം കൂടുതലും SDPI പ്രവർത്തകരാണ്. അതുകൂടാതെ നിരവധി കേസുകളിൽ, അടിപിടി കേസുകളിലും അതുപോലെ തന്നെ ഈ മദ്യക്കടത്തൊക്കെയുള്ള കേസുകളിൽ പ്രതിയായ ആൾക്കാരാണ് ഈ ഒരു പ്രശ്നമുണ്ടാക്കിയതാണ്. പ്രധാനമായും ഇവർ ആരോപിച്ചത് ഈ ജുമാ മസ്ജിദിന് മുന്നിൽ, അതായത് ജുമാ നിസ്കാരത്തിന്റെ സമയത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കരുതെന്ന് പറയുന്നതായിരുന്നു. അത് സംഘാടകർ കൃത്യമായ ആ ദൃശ്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ പരിപാടി മാറ്റിവെക്കാം, അല്പസമയത്തേക്ക് മാറ്റിവെക്കാം, പക്ഷെ നിങ്ങൾ എന്തിനാണ് നമ്മളെ ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം. അത് ഈ കുടുംബശ്രീ പ്രവർത്തകർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. ഏതായാലും ഇത് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്, ഇതിൽ മനഃപൂർവ്വം ഒരു സംഘർഷം, അതായത് സമൂഹത്തിൽ വലിയ തോതിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമം, ഒരു പക്ഷേ ഈ ആക്രമിക്കാൻ വന്ന ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം ഇതേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രത്യേകിച്ച് BJPക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് ഈ മധൂർ പഞ്ചായത്ത്. വർഷങ്ങളായി BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. BJP 35 വർഷത്തോളം BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. അതോടൊപ്പം പ്രതിപക്ഷം പോലും ഇല്ലാത്ത അത്രത്തോളം വലിയ തോതിൽ BJPക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്തായിരുന്നു ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു. ഒരുപക്ഷെ ഇവർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം അത്തരത്തിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് നോക്കി. പക്ഷെ അപ്പോഴും ഇവർ പറയുന്നത് ആ ശബ്ദത്തിൽ തന്നെ അതിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇത് സർക്കാരിന്റെ പരിപാടിയാണ്, കൃത്യമായ ഹരിതചട്ടം പാലിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാർ തന്നെ ആഹ്വാനം ചെയ്ത എല്ലാ ജില്ലകളിലും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇത്തരം പരിപാടി തടസ്സപ്പെടുത്തരുത്, അല്പസമയത്തേക്ക് നിർത്തിവെക്കണമെങ്കിൽ അത് പറഞ്ഞാൽ നിർത്തിവെക്കാമെന്ന് പോലും അതിൽ പറയുന്നത് കേൾക്കാം. പിന്നെ എന്നിട്ടും ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായതിന് പിന്നിൽ പോലീസ് കൃത്യമായി അന്വേഷിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. ഈ നിരവധി കേസുകളിലെ പ്രതിയ ആളുകളാണ് ഇതിന് മുൻകൈയെടുത്തത്. അതിനൊപ്പം ചില ആളുകളും ആ പ്രദേശത്തുള്ള ആളുകളും ഇത് ചേർന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു പള്ളിയിൽ നിസ്കാര സമയത്ത് ഇങ്ങനൊരു പരിപാടി നടക്കുന്നുണ്ടെന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടായിരിക്കാം കൂടുതൽ ആളുകൾ ഇതിൽ സംഘം ചേർന്നത്. അങ്ങനെ 50ഓളം പേർക്കെതിരെ, ഇത്തരത്തിൽ കണ്ടാൽ അറിയാവുന്ന 50ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 6 പേർ കസ്റ്റഡിയിലുണ്ട്. 6 പേരും SDPI പ്രവർത്തകരെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ പേർക്കായി പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീജ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡാണ് സംഭവം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ പ്രധാനമായും അത് ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി നടന്ന ബോധവൽക്കരണ പരിപാടിയിലാണ് ഇതുപോലെ ഒരു കൂട്ടം ആളുകൾ മനഃപൂർവ്വം സംഘടിച്ചെത്തി പ്രശ്നമുണ്ടാക്കിയത്. പള്ളിയിൽ നിസ്കാരം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്ന് ആരോപിച്ചാണ് ഇത് തുടങ്ങിയതെങ്കിൽ പിന്നീട് അതൊരു മനഃപൂർവ്വം ഈ സ്ത്രീകൾ ഒക്കെ അടങ്ങുന്ന, കുടുംബശ്രീ പ്രവർത്തകരൊക്കെ അടങ്ങുന്ന സംഘത്തിന് നേർക്ക് ആക്രമണം അഴിച്ചുവിടുന്ന സ്ഥിതിയിലേക്ക് മാറി. അതിലാണ് ഇപ്പോൾ 50ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇത് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രതയൊക്കെ ഉണ്ടാവും. ഇത്തരത്തിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിനെ തടയാനുള്ള സംവിധാനം പോലീസും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശബരിമലയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വസതിയിൽ പ്രത്യേക സംഘം ഇന്നലെ 12 മണിക്കൂറോളം പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി വിവരം. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച പരിശോധന 12 മണിക്കൂറാണ് നീണ്ടത്. പത്മകുമാറിന്റെ മൊഴികളെ വിശദമായി പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം. കൂടുതൽ അറസ്റ്റിലേക്ക് ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അന്വേഷണ സംഘം കടക്കുക. ഡാൻ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഡാൻ, ഈ വിഷയത്തിൽ ഈ ഘട്ടം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അതായത് പിടിച്ചെടുത്ത രേഖകൾ, പത്മകുമാർ പറഞ്ഞിട്ടുള്ള മൊഴികൾ, അത്
ഇനിയും മുകളിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകുമോ എന്നതാണ് അറിയാനുള്ളത്. ആ തരത്തിലാണോ നമുക്കും കിട്ടുന്ന സൂചനകൾ? വലിയൊരു ഗൂഢാലോചന, അതായത് 2019 ഭരണസമിതിയുടെ ഭാഗമായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറും ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസവും ഈ ദേവസ്വം ജീവനക്കാരായിരുന്ന മുരാരി ബാബുവും അതോടൊപ്പം സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇങ്ങനെയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശബരിമലയിലെ ഈ ചെമ്പിൽ സ്വർണം പൂശിയിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുക്കളിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുക്കുക എന്നൊരു നീക്കത്തിലേക്ക് എത്തിയത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായി പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിൽ വെച്ച ഗൂഢാലോചന നടന്നു. ആ ഗൂഢാലോചനയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ നേരിട്ട് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചടക്കം ധാരണയിലെത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സുപ്രധാനമായ കാര്യം, 2019 മുതലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും എ പത്മകുമാറിന്റെയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തെളിവുകളും അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഇവർക്കിടയിൽ ഭൂമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതായത് സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് പത്മകുമാർ ഇത്തരത്തിൽ ഈ സ്വർണം പൂശിയ ചെമ്പ് എന്ന് എഴുതിയേണ്ട ഭാഗത്ത് ചെമ്പെന്ന് തിരുത്തി എഴുതാനുള്ള നിർദ്ദേശം നൽകിയത് സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉറപ്പിക്കുകയാണ് SIT. അതുകൊണ്ട് തന്നെയാണ് എൻ വാസുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും എ പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി അടുത്ത ദിവസം തന്നെ പത്മകുമാറിന് വേണ്ടി അടക്കം കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഡാൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഈ അടുത്ത ഇടക്കാല റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ എത്തുമ്പോൾ അതിലെന്തൊക്കെ വിവരങ്ങൾ ഉണ്ടാവുമെന്നതാണ്. അത് കൂടുതൽ പാർട്ടിയെ അല്ലെങ്കിൽ പത്മകുമാറിൻ്റെ അറസ്റ്റോടെ വലിയ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് മുകളിലേക്ക് അത് പോകുമോ എന്നൊരു സംശയം പല ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ അത് പോകേണ്ടി വരുമെന്ന് രാഷ്ട്രീയമായുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ. ആ സാഹചര്യത്തിൽ ഈ ഘട്ടം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഇത് ദേവസ്വം ബോർഡ് അധ്യക്ഷനിൽ നിന്നിരുന്നോ ഈ ഗൂഢാലോചന എന്നതിൽ SIT എത്തുന്ന നിഗമനങ്ങൾ എന്തൊക്കെയായിരുന്നു? നിലവിൽ ലഭിച്ചിരിക്കുന്ന സൂചനകൾ അനുസരിച്ച് പത്മകുമാർ തന്നെയാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത്. പത്മകുമാറിന്റെ ഒരു ബെനാമിയെ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുകയായിരുന്നു, പെരുമാറുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയുമായും അതോടൊപ്പം അവിടുത്തെ ഭരണനിർവഹണവുമായി ഒക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു മൊഴി പത്മകുമാർ നൽകിയിട്ടുണ്ടെന്ന സൂചനകൾ വരുന്നുണ്ട്. അതിലൊരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ മൊഴി കണക്കിലെടുക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, വിശ്വാസയോഗ്യം ആകുന്ന ഒരു സാഹചര്യം വന്നാൽ അതിന് മുൻപുള്ളവരിലേക്ക് അന്വേഷണം നീളും. മാത്രമല്ല, പത്മകുമാറിന്റെ കാലത്ത് ഭരണസമിതിയിലുണ്ടായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങളിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ വിശദമായ ചോദ്യം ചെയ്യൽ പത്മകുമാറിനെയും എൻ വാസവനെയും ഉൾപ്പെടെ വിശദമായി ചോദ്യം ചെയ്തതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ ശബരിമലയിലെ താന്ത്രിക ആചാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരിലേക്ക് അടക്കം ഒരുപക്ഷെ മൊഴിയെടുക്കലിന്റെ ഭാഗമായുള്ള നടപടികൾ നീണ്ടേക്കാം. അങ്ങനെയെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ അന്വേഷണ സംഘം വിളിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.